പീച്ചി താമരവെള്ളച്ചാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. മലയൻവീട്ടിൽ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. പ്രഭാകരന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ കളക്ടർ. 2 മാസത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് 14 പേർ. അതിരപ്പള്ളിയിലെ കാട്ടാന ദൌത്യം വിജയകരം. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷം കൊമ്പനെ കോടനാടുള്ള ആനപരിപാലന കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സ ആരംഭിച്ചു. തൃശൂർ പൂരം ഇത്തവണ ഭംഗിയായി നടത്തുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസ്, CPM, BJP ജില്ലാ അധ്യക്ഷന്മാർ. ലഹരി ഉപയോഗത്തിനെതിരെയും റാഗിങ്ങുകൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനം നടത്തണമെന്നും നേതാക്കൾ. നവകേരള സൃഷ്ടി യാഥാർത്ഥ്യമാക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സുപ്രധാന പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാർവത്രിക വിദ്യാഭ്യാസം വ്യാപകമാക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർണായക പങ്കാണ് വഹിച്ചതെന്നും മുഖ്യമന്ത്രി. കയ്പമംഗലം 3 വെടികയിൽ ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച് യുവാവ് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. സമീപ ജ്വല്ലറികളിലും സമാനമായ തട്ടിപ്പ് നടന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മരത്തങ്കോട് AKG നഗറിൽ ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ യുവാവ് വീട്ടുമുറ്റത്ത് നിന്നിരുന്ന വയോധികയുടെ മാല കവർന്നു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. പീച്ചി താമരവെള്ളച്ചാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. മലയൻവീട്ടിൽ 58 വയസ്സുള്ള പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. കാടിനുള്ളിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു ആനയുടെ ആക്രമണം. മകൻ പ്രശോഭ്, മരുമകൻ ലിജോ എന്നിവർക്കൊപ്പമാണ് പ്രഭാകരൻ ഉൾക്കാട്ടിലേക്ക് പോയത്. ലിജോയെയാണ് കാട്ടാന ആദ്യം ആക്രമിച്ചത്. തുമ്പിക്കൈകൊണ്ട് അടിയേറ്റ ലിജോ നിലത്ത് വീണ ഉടൻ എഴുന്നേറ്റ് ഓടി രക്ഷപ്പെട്ടു. ആനയുടെ മുന്നിൽ ഒറ്റപ്പെട്ടുപോയ പ്രഭാകരനെ ആന ചവിട്ടിക്കൊല്ലുകയായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രശോഭും ലിജോയും വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ വനത്തിലെത്തി മൃതദേഹം കാട്ടിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഒരു 10 മണിക്ക് മുന്നേ തന്നെ അറിഞ്ഞിട്ടുണ്ട്. മോനെ ഓടി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തേക്ക്. മോനെ ഓടി വന്നിട്ട് എൻ്റെ ചേട്ടനെ ചോദിച്ചു, അതായത് മാമനെ ഓടിയാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാമനെ ആശുപത്രി പോയേക്കാണ് മോനെ എന്ന് പറഞ്ഞു. എന്താടാന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ കരയണം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് എന്തിട്ട് പറ്റിയെന്ന്, എന്താ കാര്യം പറയുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മായി ഇനി എനിക്ക് അച്ഛനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു. അച്ഛനെ ആന അടിച്ച് കൊന്നു എന്ന് പറഞ്ഞു. സത്യമാണോ നീ പറയണമെന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാന്നൊക്കെ ഒന്നും ചോദിക്കാൻ എനിക്ക് പറ്റണില്ല. ഇവൻ അപ്പോഴേക്കും എൻ്റെ കൈ കൊതറ് കൂടി വൻ. ശരിക്കും കാട്ടില് എത്ര ദൂരത്തിലാണ് ദൂരം കുറേ ഉണ്ട്, അത് എനിക്ക് കറക്റ്റ് പറയാറില്ല. അവര് എന്നാ പോയത്? ഇന്ന് കാലത്ത് ഇന്ന് രാവിലെ ഒരു 7 മണിക്കാണ് പോയത്. നമ്മുടെ ആൾക്കാർക്ക് നല്ല സ്പീഡിൽ നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ദൂരമൊന്നും വിഷയമല്ല. കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവനുകൾ പൊലിയുന്നത് തുടർക്കഥയാകുന്നു. 2 മാസത്തിനിടെ കാട്ടാനകളുടെ ആക്രമണത്തിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് 14 പേർ. പീച്ചി താമരവെള്ളച്ചാലിൽ ആദിവാസിയായ പ്രഭാകരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചതാണ് സംസ്ഥാനത്തെ അവസാന സംഭവം. 2 മാസത്തിനിടെ സംസ്ഥാനത്ത് കാട്ടാനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 14 പേരാണ്. കഴിഞ്ഞ വർഷം കാട്ടാനയുടെ ആക്രമണത്തിൽ ആകെ 19 ജീവനുകൾ പൊലിഞ്ഞ സ്ഥാനത്താണ് ഈ വർഷം 2 മാസം മാത്രം പിന്നിടുമ്പോഴുള്ള ഞെട്ടിക്കുന്ന ഈ കണക്ക്. 2016 മുതൽ 2025 വരെയുള്ള കാലയളവിൽ കാട്ടാനയുടെ ആക്രമണങ്ങളിൽ 192 പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ അവതരിപ്പിച്ച കണക്ക്. 2011 മുതൽ 2025 ഫെബ്രുവരി വരെയുള്ള 14 വർഷത്തെ കണക്കുകൾ നോക്കുമ്പോൾ 289 പേരുടെ ജീവനുകളാണ് കാട്ടാനകൾ എടുത്തത്. 14 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ 1533 പേർ കൊല്ലപ്പെട്ടു. കാട്ടാനകൾക്ക് പുറമെ കടുവയുടെ ആക്രമണത്തിൽ 11 പേരും, കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 63 പേരും, കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 9 പേരും കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. വന്യജീവികൾ നിരവധി ജീവനെടുക്കുമ്പോഴും നാട്ടിലിറങ്ങി കൃഷിയും വീടും സ്വത്തുമെല്ലാം നശിപ്പിക്കുമ്പോഴും ജനത്തിന്റെ ഭീതി ഉയരുകയാണ്. വന്യജീവി ശല്യത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. TC വിനോസ്, തൃശൂർ. പീച്ചി ഉൾവനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രഭാകരന്റെ വസതി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. മരിച്ച പ്രഭാകരന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപയും ഇൻഷുറൻസ് തുകയായി 1 ലക്ഷം രൂപയും നൽകുമെന്ന് കളക്ടർ അറിയിച്ചു. ഇതിൽ 5 ലക്ഷം രൂപ വ്യാഴാഴ്ച കുടുംബത്തിന് കൈമാറും. പ്രഭാകരന്റെ ആശ്രിതരിൽ ഒരാൾക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകാൻ വനം വകുപ്പിനോട് ശുപാർശ ചെയ്തു. ഈ ജോലി സ്ഥിരപ്പെടുത്തണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും കളക്ടർ അറിയിച്ചു. കാട്ടാനയാക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തം ചീന്തി സമരം നടത്തി. രവിമംഗലത്ത് നടന്ന കർഷക കോൺഗ്രസ് സമരം സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് രവി പൂലുവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹികളായ VM കുര്യാക്കോസ്, KN സജീവൻ, KN ഗോവിന്ദൻകുട്ടി, മിനി വിനോദ്, റോയി കെ ദേവസി തുടങ്ങിയവർ സംസാരിച്ചു.
മസ്തകത്തിൽ മുറിവേറ്റ് കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ കാടുകളിൽ അലഞ്ഞ കാട്ടാനയെ വനപാലകർ കോടനാടെത്തിച്ചു. അഭയാരണ്യ കേന്ദ്രത്തിൽ ആനയ്ക്ക് ചികിത്സ ആരംഭിച്ചു. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് ആനയെ 17-ാം ബ്ലോക്കിലെ എണ്ണപ്പന തോട്ടത്തിൽ നിന്നും കുങ്കിയാനകളുടെ സഹായത്തോടെ അനിമൽ ആംബുലൻസിൽ കയറ്റി കോടനാട്ടേക്ക് കൊണ്ടുപോയത്. രാവിലെ 7:15-നായിരുന്നു ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് നേരെ മയക്കുവെടിവെച്ചത്. ഈ സമയം തൊട്ടടുത്ത് ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാനയും ഉണ്ടായിരുന്നു. മയക്കുവെടിയേറ്റ കൊമ്പൻ അവിടെ തന്നെ നിന്നപ്പോൾ ഏഴാറ്റുമുഖം ഗണപതി അടുത്തെത്തി തുമ്പിക്കൈ ഉയർത്തി സഹജീവിയെ തലോടുകയും കുറച്ചുനേരം വെടിയേറ്റ ആനയെ താങ്ങി നിർത്തുകയും ചെയ്തു. ഒടുവിൽ ആന മെല്ലെ താഴേക്ക് വീണു. ഇത് കണ്ട ഗണപതി അടുത്തേക്ക് എത്തിയപ്പോൾ ദൗത്യസംഘം പമ്പാക്ഷൻ ഗൺ ഉപയോഗിച്ച് വെടി ഉതിർത്തു. തുടരെ ശബ്ദം കേട്ടതോടെ ഏഴാറ്റുമുഖം ഗണപതി ഭയന്ന് മാറിപ്പോയി. രാവിലെ മുതൽ സമീപ പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചിരുന്ന 10ഓളം മറ്റ് കാട്ടാനകളും പിന്തിരിഞ്ഞോടി. തുടർന്ന് ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ചികിത്സ ആരംഭിച്ചു. ഗ്ലൂക്കോസ് അടക്കമുള്ള മരുന്നുകൾ കുത്തിവെക്കുകയും ആനയ്ക്ക് പ്രതിരോധ മരുന്ന് നൽകുകയും ചെയ്തു. ശരീരം തണുപ്പിക്കുന്നതിന് വെള്ളം പമ്പ് ചെയ്തു. ഇതിനിടെ ആനയെ കൊണ്ടുപോകുന്നതിന് അനിമൽ ആംബുലൻസ് സജ്ജമാക്കി. തുടർന്ന് ആനയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമം. 3 കുങ്കിയാനകൾ ചുറ്റും നിന്ന് വെടിയേറ്റ ആനയെ മസ്തകത്താൽ തട്ടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഉണർന്ന കാട്ടാനയെ കുങ്കിയാനകൾ വാഹനത്തിലേക്ക് തള്ളിക്കയറ്റി. തുടർന്ന് മലയാറ്റൂർ വഴി കോടനാട്ടേക്ക് എത്തിക്കുകയായിരുന്നു. TC വിനോസ്, ചാലക്കുടി. മയക്കുവെടിയേറ്റ കൊമ്പന് താങ്ങായി ഏഴാറ്റുമുഖം ഗണപതി. സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക പ്രകടമാക്കി കാട്ടാനകൾ. മയക്കുവെടിയേറ്റ ആനയെ ചേർത്തു നിർത്തി തുമ്പിക്കൈയാൽ സാന്ത്വനിപ്പിച്ച ഏഴാറ്റുമുഖം ഗണപതിയാണ് ആർദ്രമായ കാഴ്ചയായത്. ഒരു വേള തളർന്ന കൊമ്പനെ വീഴാതെ നോക്കാനും ഗണപതി പരിശ്രമിച്ചു. പരിസരത്ത് തടിച്ചുകൂടിയ 100 കണക്കിന് ആളുകൾക്കും ദൗത്യസംഘത്തിനും ഇത് അപൂർവ അനുഭവമായി. വനപാലകർ ഉന്നം വെച്ച ആനയോടൊപ്പം പുലർച്ചെ മുതൽ ഏഴാറ്റുമുഖം ഗണപതിയും ഉണ്ടായിരുന്നു. മുറിവേറ്റ കൊമ്പനെ മയക്കുവെടി വെക്കുമ്പോഴും സമീപത്തു നിന്നു മാറാൻ അവൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ എന്തോ അപായ സൂചന കിട്ടിയ പോലെ പരിക്കുള്ള ആനയെ ഗണപതി ചേർത്തു നിർത്തി. ഒപ്പം തുമ്പിക്കൈ കൊണ്ട് ആശ്ലേഷിക്കുകയും ചെയ്തു. ആ നിൽപ്പിനൊടുവിലാണ് വെടിയേറ്റ ആന ഒരു വശത്തേക്ക് വീണത്. താഴെ വീണ കൊമ്പന്റെ അരികിലേക്ക് വീണ്ടും ഗണപതി എത്തി. അതിനിടെ പൈപ്പ് ആക്ഷൻ ഗണ്ണുപയോഗിച്ച് ദൗത്യസംഘം ശബ്ദമുണ്ടാക്കി അവനെ തുരത്തുകയായിരുന്നു. 100 കണക്കിന് ആളുകളുടെ സാന്നിധ്യവും വെടിശബ്ദവും കേട്ട് ഓടിപ്പോകുന്നതിനിടയിലും എണ്ണപ്പനത്തോട്ടത്തിൽ ഏഴാറ്റുമുഖം ഗണപതി പ്രകടിപ്പിച്ച സഹജീവി സ്നേഹം കണ്ടുനിന്നവരുടെ കണ്ണുകളെ ഇറനണിയിച്ചു. TCV, ചാലക്കുടി. തൃശൂർ പൂരം ഇത്തവണ ഭംഗിയായി നടത്തുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസ്, CPM, BJP ജില്ലാ അധ്യക്ഷന്മാർ. തൃശൂർ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത മീറ്റ് ദി പ്രസിൽ സംസാരിക്കുകയായിരുന്നു പാർട്ടി ജില്ലാ അധ്യക്ഷന്മാർ. തൃശൂർ പൂരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുതെന്നും മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ സഹകരിക്കണമെന്നും DCC ജില്ലാ പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഭംഗിയായി പോകുന്നതിനെ വേറെ എന്തെങ്കിലും കൊണ്ടുവന്ന് അതിന് പിന്നെ ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് വിളിച്ചു. വിശ്വാസികളുടെ മേത്ത് കുതിര കയറരുത് എന്നുള്ള അഭിപ്രായമാണ് കോൺഗ്രസിനുള്ളത്. നമുക്കതിപ്പോൾ മുഖ്യമന്ത്രി വിളിച്ച യോഗം ആയാലും അതിലൊക്കെ ക്രിയാത്മകമായി സഹകരിച്ച് പോകണം. പൂരം അതിഗംഭീരമാണ്. അത് നമ്മളുടെ ഒരു പ്രൗഢി തന്നെയാണ്. കേന്ദ്ര നിയമങ്ങൾ മൂലം തൃശൂർ പൂരവും മറ്റ് ആഘോഷങ്ങളും നടത്താനാകാത്ത സ്ഥിതിയാണെന്നും തൃശൂർ പൂരം ഭംഗിയായി നടത്തുക എന്നതാണ് ലക്ഷ്യമെന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. കുറവ് ഒരു കാരണവശാലും ഉണ്ടായിക്കൂടാ എന്നുള്ളത് കൊണ്ടാണ് ഗവൺമെന്റ് കാര്യത്തിൽ നേരത്തെ തന്നെ ഇടപെടാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് തവണത്തെ പൂരം നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള കേന്ദ്ര വ്യവസായ വാണിജ്യ മന്ത്രാലയം അസാധാരണ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത പ്രശ്നം നമ്മുടെ തൃശ്ശൂർ വെടിക്കെട്ടിനെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. തൃശൂർ പൂരം എല്ലാ ആചാരാനുഷ്ഠാനങ്ങളോടെയും നടക്കുമെന്നും എന്ത് തടസ്സം വന്നാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടൽ നടത്തുമെന്നും BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. എല്ലാ ആചാരാനുഷ്ഠാനങ്ങളോടെയും നടക്കും. അതിന് നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ച പോലെ അത്തരത്തിലുള്ള ഏതെങ്കിലും തടസ്സങ്ങൾ വരികയാണെങ്കിൽ അതിന് പരിഹാരം കാണാൻ കേന്ദ്രമന്ത്രിയും തൃശ്ശൂരിൻ്റെ MP-യുമായ ബഹുമാന്യായ സുരേഷ് ഗോപി അതിലിടപെടുന്നു. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ അദ്ദേഹം 2 ദേവസ്വങ്ങളെയും ഡൽഹി
വ്യവസായ മന്ത്രിയായിട്ടുള്ള പീയൂഷ് ഗോയലുമായി ചർച്ച നടത്തി എല്ലാം ഭംഗിയായി. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയും സ്കൂൾ കോളേജുകളിലെ റാഗിങ്ങുകൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനം നടത്തണമെന്ന് ജില്ലാ അധ്യക്ഷന്മാർ അറിയിച്ചു. കോൺഗ്രസിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ പരിഹരിച്ച് പാർട്ടിയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. CPM-ഉം CPI-യുമായി അതൃപ്തിയില്ലെന്നും മേയറെ മാറ്റണമെന്ന ആവശ്യം മുന്നണിയിൽ ഇല്ലെന്നും KV അബ്ദുൽ ഖാദർ വ്യക്തമാക്കി. കരുവന്നൂർ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് കേന്ദ്രാധികാരം ഉപയോഗിച്ച് CPM-നെ വേട്ടയാടാൻ ശ്രമം നടത്തിയതായും നല്ല നടനായ സുരേഷ് ഗോപി കേരളത്തിന് ഫണ്ട് വാങ്ങി നൽകുന്നില്ലെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. പാർട്ടി പുറത്താക്കിയ തിരൂർ സതീശന്റെ മൊഴി വിലക്കെടുക്കുന്നില്ലെന്നും കുഴൽപ്പണം സംഭവത്തിൽ BJPക്ക് ബന്ധമില്ലെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. അതേസമയം കരുവന്നൂർ കേസിൽ CPM-ഉം BJPയും ബായിമാരാണെന്നായിരുന്നു കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ പരിഹാസം. പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു, സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ എന്നിവർ മീറ്റ് ദി പ്രസിൽ പങ്കെടുത്തു. TC വിനോസ്, തൃശൂർ. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തൃശൂർ TCV ഓഫീസ് സന്ദർശിച്ചു. TCV ചാനൽ കൺവീനർ PM നാസർ, കമ്മിറ്റി അംഗങ്ങളായ ജേക്കബ് ജെറോം, മണി ആറാട്ടുപുഴ, MP തോമസ്, TCV ജനറൽ മാനേജർ മനോജ് കമ്മത്ത്, ബ്യൂറോ ചീഫ് മുകേഷ് ലാൽ എന്നിവർ ചേർന്ന് അബ്ദുൽ ഖാദറിനെ സ്വീകരിച്ചു. സാറ്റലൈറ്റ് ചാനലുകൾ വിവാദങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ ഗ്രാമീണത ഉയർത്തിപ്പിടിക്കുന്ന ജനകീയ ചാനലാണ് TCV എന്നും സത്യസന്ധമായ മാധ്യമശൈലി കൊണ്ട് തൃശൂരിന്റെ സ്വന്തം ചാനലായി TCV മാറിയതായും അബ്ദുൽ ഖാദർ പറഞ്ഞു. ഗ്രാമീണവും ജനകീയവുമായ വാർത്തകളിലൂടെ TCV ജനങ്ങളുടെ മുക്തകണ്ഠമായ പ്രശംസ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. മറ്റ് ചാനലുകൾ വിവാദ വ്യവസായത്തിന് പുറകെ പോകുമ്പോൾ ജനങ്ങളുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട വാർത്തകളാണ് TCV നൽകുന്നത്. ഗ്രാമീണതയെ നിലനിർത്തുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ സമൂഹത്തിന് മുമ്പാകെയും ഭരണകൂടത്തിന് മുമ്പാകെയും കൊണ്ടുവരികയും ചെയ്യുക എന്ന സത്യസന്ധമായ ഒരു മാധ്യമ ശൈലി TCV ആവിഷ്കരിക്കുന്നുണ്ട്. തീർച്ചയായും തൃശ്ശൂരിൻ്റെ ശബ്ദമായി TCV മാറിക്കഴിഞ്ഞിട്ട് ഏതാനും വർഷങ്ങളായി. കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ മറികടക്കാൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാർവത്രിക വിദ്യാഭ്യാസം വ്യാപകമാക്കുന്നതിലും ആരോഗ്യരംഗത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗുരുവായൂരിൽ നടന്നുവന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടലിന്റെയും പങ്കാളിത്തത്തിന്റെയും ഭാഗമായാണ് കേരളം ഇന്ന് നേടിയ എല്ലാ നേട്ടങ്ങളും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നാം നവകേരള സൃഷ്ടിയാണ് ലക്ഷ്യമിടുന്നത്. ഇതിൽ സുപ്രധാന പങ്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്കുമുണ്ട്. ഈ വരുന്ന നവംബർ 1 കൂടി കേരളത്തെ ദരിദ്രമില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നതെന്നും രാജ്യത്തിനാകെ മാതൃകയാകാൻ പറ്റുന്ന ഒന്നായാണ് മാറാൻ പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു നവകേരള സൃഷ്ടിയാണ് ലക്ഷ്യമിടുന്നത്. ആ നവകേരള സൃഷ്ടി യാഥാർത്ഥ്യമാക്കുന്നതിൽ സുപ്രധാന പങ്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യ നിർമ്മാർജ്ജനം, പാലിയേറ്റീവ് കെയർ രംഗം, സംരംഭകത്വ വികസനം, ഇവയിലെല്ലാം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് പ്രത്യേകമായി വിശദീകരിക്കേണ്ടതില്ല. നാം കേരള സംസ്ഥാനം ഈ വരുന്ന നവംബർ 1 അതിദരിദ്ര കുടുംബമില്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റണം എന്നാണ് ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി നേരത്തെ മുതൽ നാം നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ അത് നല്ല പുരോഗതി നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വരുന്നവർക്ക് ഒരു ദുരനുഭവം ഉണ്ടാകരുത്. നമ്മുടെ നാടിന്റെ ശുചിത്വം കൃത്യമായി പരിപാലിക്കണമെന്നും നാം ഉറപ്പുവരുത്തണം. കേരളത്തിൽ വ്യവസായ അന്തരീക്ഷം മാറി വന്നിരിക്കുകയാണ്. നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനം നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ക്ഷേമ പദ്ധതികളുടെ ഭാഗമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിലും നല്ല ഇടപെടലുകളാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ശോഭനമായ നവകേരള സൃഷ്ടിയാണ് നാം ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ M കൃഷ്ണദാസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഗുരുവായൂർ MLA NK അക്ബർ, കൊച്ചി മേയർ അനിൽകുമാർ, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ശുചിത്വ മിഷൻ കൺസൾട്ടന്റ് N ജഗജീവൻ, ക്ലീൻ കേരള കമ്പനി MDG K സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്തം നവകേരളം തുടർക്കർമ്മ പരിപാടി
എന്ന വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമയും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സുസ്ഥിര നേട്ടം ഉറപ്പുവരുത്തൽ എന്ന വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവ റാവുവും വിഷയാവതരണം നടത്തി. സ്വരാജ് ട്രോഫി, മഹാത്മാ പുരസ്കാരം, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം, സ്വരാജ് മാധ്യമ പുരസ്കാരം, ലൈഫ് മിഷൻ പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. TCV ന്യൂസ്, തൃശൂർ. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ തദ്ദേശക മാസിക പ്രകാശനം ചെയ്തു. ഗ്രാമവികസന വകുപ്പിനെ കുറിച്ചുള്ള ആധികാരിക വിവരങ്ങൾ നൽകുന്ന ഗ്രാമഭൂമി ദ്വൈമാസികയും പഞ്ചായത്ത് രാജ് മാസികയും സംയോജിപ്പിച്ചാണ് തദ്ദേശക മാസിക പ്രസിദ്ധീകരിക്കുന്നത്. തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ മന്ത്രി MP രാജേഷ് മാസിക പ്രകാശനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു ഏറ്റുവാങ്ങി. ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും നിയന്ത്രിക്കാൻ സംഘാടകർക്കായില്ല. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ വാങ്ങാൻ ജനപ്രതിനിധികൾ പാടുപെട്ടു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പൂന്താനം ഓഡിറ്റോറിയത്തിൽ 1000 കസേരകളും നിറഞ്ഞു കവിഞ്ഞിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ജനപ്രതിനിധികൾക്കും അകത്തു കയറാനായില്ല. 2000 പേർക്ക് ഇരിക്കുവാനുള്ള സൗകര്യത്തോടെ ഓഡിറ്റോറിയത്തിന് പുറത്ത് താൽക്കാലിക പന്തൽ ഒരുക്കിയിരുന്നു. ഇതിലും പ്രധാന വേദിയിലെ അതേ അവസ്ഥയായിരുന്നു. പുരസ്കാരങ്ങൾ വാങ്ങാൻ എത്തുന്നവർക്ക് വഴിയൊരുക്കണമെന്ന് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് 2 തവണ മൈക്കിലൂടെ ആവശ്യപ്പെട്ടുവെങ്കിലും ആരും അനുസരിക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്ന് ഗുരുവായൂർ നഗരസഭയുടെ മുഴുവൻ കൌൺസിലർമാർക്കും സ്വരാജ് പുരസ്കാരം സ്വീകരിക്കാൻ സ്റ്റേജിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. തുടർന്ന് പുരസ്കാര സമർപ്പണ ചടങ്ങിന് ശേഷം ഗുരുവായൂർ നഗരസഭയിലെ കൌൺസിലർമാരും ഉദ്യോഗസ്ഥരും എത്തി മന്ത്രിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കുന്ന ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. കൈപ്പൊങ്കല 3 വെടിയിൽ ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച് യുവാവ് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു. സ്വർണ്ണഗോപുരം ജ്വല്ലറിയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. വളയും മാലയും മോതിരവും വാങ്ങിയ ശേഷം 5,67,700 രൂപ വരുന്ന ബിൽ നെറ്റ് ബാങ്കിലെ നെഫ്റ്റ് സംവിധാനം വഴി അടയ്ക്കുകയാണെന്ന് പറഞ്ഞ് യുവാവ് പണം അടച്ചതിന്റെ സ്ലിപ്പ് സ്വന്തം മൊബൈലിൽ ജ്വല്ലറി ഉടമയെ കാണിക്കുകയായിരുന്നു. നെഫ്റ്റ് ആയതിനാൽ ജ്വല്ലറിയുടെ അക്കൗണ്ടിൽ ഇതിന്റെ സന്ദേശം എത്താൻ വൈകുമെന്നും ഇയാൾ ജ്വല്ലറി ഉടമയെ ധരിപ്പിച്ചു. ഇത് വിശ്വസിച്ച് ഉടമ സ്വർണവുമായി യുവാവിനെ പോകാൻ അനുവദിക്കുകയായിരുന്നു. എന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും പണം അക്കൗണ്ടിൽ എത്താതായതോടെ ഉടമ യുവാവിനെ ഫോണിൽ വിളിച്ച് ചോദിച്ചെങ്കിലും പണം ഉടൻ എത്തുമെന്നാണ് അയാൾ അപ്പോഴും ഉടമയോട് പറഞ്ഞത്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പണം എത്താതായതോടെ ഉടമ വീണ്ടും വിളിച്ചപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തതോടെയാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ 2 ലക്ഷത്തിൽ കൂടുതൽ നെഫ്റ്റ് വഴി അയക്കാൻ കഴിയില്ലെന്നറിഞ്ഞതോടെ ജ്വല്ലറി ഉടമ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ജ്വല്ലറിയിൽ വന്ന യുവാവിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത്. കയ്പമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തട്ടിപ്പ് നടത്തിയ യുവാവ് ഇന്നലെ തന്നെ 3 പീടികയിലെ മറ്റൊരു കടയിലും കൊടുങ്ങല്ലൂരിലെ മറ്റൊരു ജ്വല്ലറിയിലും തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 3 പീടികയിൽ ഇയാൾ ആദ്യം കയറിയ ജ്വല്ലറിയിൽ നിന്നും 2.25 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിയെങ്കിലും പണം നൽകാതെ ആഭരണം കൊണ്ടുപോകാൻ ജ്വല്ലറി ജീവനക്കാർ അനുവദിക്കാത്തതിനാൽ തട്ടിപ്പ് നടന്നില്ല. ഇതിനുശേഷമാണ് തട്ടിപ്പ് നടന്ന ജ്വല്ലറിയിൽ ഇയാളെത്തിയത്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി കയ്പമംഗലം പോലീസ് പറഞ്ഞു. TCV ന്യൂസ്, കയ്പമംഗലം. മരത്തങ്കോട് AKG നഗറിൽ ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ യുവാവ് വീട്ടുമുറ്റത്ത് നിന്നിരുന്ന വയോധികയുടെ മാല കവർന്നു. കൊട്ടാരപ്പാട്ട് വീട്ടിൽ സുമതിയുടെ 2 പവന്റെ മാലയാണ് പൊട്ടിച്ചത്. വീട്ടമ്മയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ബെല്ലടിച്ചോണ്ട് പുറകിൽ ഇങ്ങനെ പറിച്ച് കാതാ നൊന്തത്, കഴുത്ത് നൊന്തില്ല. അന്നേരം എൻ്റെ കാത് നോന്ന് പറയുമ്പോൾ എടുത്തോണ്ട് ഓടി. ഒരു 45 വയസ്സ് കാണും. ഹെൽമെറ്റും വെച്ചിട്ടുണ്ട്. പോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജു ആന്റണിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് അന്വേഷണ സംഘം വീണ്ടും തെളിവെടുപ്പ് നടത്തി. കവർച്ചയ്ക്ക് വന്നപ്പോൾ ധരിച്ചിരുന്ന ടീഷർട്ടും ഗ്ലൌസും ഹെൽമറ്റും ധരിപ്പിച്ചായിരുന്നു പോലീസ് പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചത്. ചാലക്കുടി ഡിവൈഎസ്പി K സുമേഷ്, SHO MK സജീവ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ പ്രതിയെ വ്യാഴാഴ്ച വീണ്ടും ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. കൊടകര വല്ലപ്പാടിയിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ ചാലക്കുടി ഡിവൈഎസ്പി K സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. പരിയാരം കാഞ്ഞിരപ്പള്ളി സ്വദേശി പൊയ്യക്കാരൻ വീട്ടിൽ അനിൽ, പൊരിങ്ങൽകുത്ത് സ്വദേശി അമൽ കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത്. കൊടകര പഞ്ചായത്തിന്റെ കെട്ടിടനികുതി അടച്ചതിന് ശേഷം വീട്ടിലേക്ക് നടന്നുപോയിരുന്ന കൊടകര വല്ലപ്പാടി സ്വദേശിനിയുടെ മാലയാണ് പ്രതികൾ പൊട്ടിക്കാൻ ശ്രമിച്ചത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്.
ന്യൂമോണിയ ബാധിതനായ റോമിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി ആശങ്കാജനകമാണെന്ന് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. മാർപ്പാപ്പയ്ക്ക് വേണ്ടി ദേവാലയങ്ങളിലും സഭയുടെ സ്ഥാപനങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടത്താൻ മാർ റാഫേൽ തട്ടിൽ നിർദ്ദേശം നൽകി. തൃശൂർ നടുവിലാൽ ജംഗ്ഷനിൽ മാൻഹോളിന്റെ തകർന്നു കിടക്കുന്ന സ്ലാബ് കോൺക്രീറ്റ് ചെയ്ത ആഴ്ചകൾ പിന്നിട്ടിട്ടും ഡിവൈഡർ നീക്കം ചെയ്യാതെ കോർപ്പറേഷൻ അധികൃതർ. തൃശൂർ നടുവിലാൽ ജംഗ്ഷനിലെ മാൻഹോളിന്റെ തകർന്നു കിടന്ന സ്ലാബ് യാത്രക്കാർക്ക് അപകടക്കണിയായത് TCV വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അധികാരികൾ സ്ലാബ് ശരിയാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സ്ലാബ് കോൺക്രീറ്റിംഗ് കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടിട്ടും ഇവിടെ വെച്ച ഡിവൈഡർ ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയിൽ ഡിവൈഡർ വെച്ചിരിക്കുന്നത് അപകട സാധ്യതയ്ക്കിടയാക്കുന്നുണ്ട്. ഗുരുവായൂർ മമ്മിയൂരിൽ ബൈക്കിൽ ടോറസ് ലോറി ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഇരിങ്ങപ്പുറം പുന്നാവീട്ടിൽ 45 വയസ്സുള്ള വിപിനാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ 3:30 മമ്മിയൂർ സെന്ററിലായിരുന്നു അപകടം. വിപിനൊപ്പം ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന ഇരിങ്ങപ്പുറം ചാണാശ്ശേരി സതീഷിന് പരിക്കേറ്റിരുന്നു. കുഴഞ്ഞുവീണ മരണങ്ങൾ ഭീതിതാം വിധം വർദ്ധിക്കുന്നു. പഠനം നടത്താതെ ആരോഗ്യവകുപ്പ്. കുഴഞ്ഞുവീണ മരണങ്ങളുടെ എണ്ണം പേടിപ്പെടുത്തും വിധം ഉയരുകയാണ്. ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കെ 34 വയസ്സുള്ള ഫയർ ഓഫീസർ ഇരിങ്ങാലക്കുടയിൽ കുഴഞ്ഞു വീണ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. കുഴഞ്ഞു വീണ മരണങ്ങളിൽ ചെറുപ്പക്കാരും മധ്യവയസ്കരുമാണ് ഏറെയും. വ്യായാമം ചെയ്യുമ്പോൾ, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ സംഭവിച്ച മരണങ്ങൾ ഏറെയാണ്. കോവിഡ് വ്യാപനത്തിന് ശേഷമാണ് ഇത്തരം മരണങ്ങൾ വർദ്ധിച്ചിട്ടുള്ളത്. കോവിഡിന്റെ ദൂരവ്യാപക ഫലങ്ങളായും വാക്സിന്റെ പാർശ്വഫലങ്ങളായും ഇത്തരം മരണങ്ങളെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ഗൗരവകരമായ പഠനം നടത്താനോ പൊതുജനങ്ങളുടെ ഭീതി അകറ്റാനോ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ഹൃദയ സംബന്ധമായ പരിശോധനകളെക്കുറിച്ചും ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകിയിട്ടില്ല. കോവിഡിന് ശേഷം മധ്യവയസ്കരിലും യുവാക്കളിലും ഹൃദയസ്തംഭനവും കുഴഞ്ഞുവീണ മരണങ്ങളും കൂടുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ഒക്ടോബറിൽ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച പഠനങ്ങൾക്കോ മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകാനോ പരിശോധനകൾ നടത്താനോ ആരോഗ്യ വിഭാഗം തയ്യാറാകുന്നില്ല. കുഴഞ്ഞുവീണ മരണങ്ങൾ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. TCV തൃശൂർ. വള്ളത്തോൾ നഗർ വെട്ടിക്കാട്ടിരിയിൽ കുടുംബവഴക്കിനിടെ 5 വയസ്സുള്ള കുട്ടിയുൾപ്പെടെ 3 പേരെ അടിച്ച് പരിക്കേൽപ്പിച്ച വയോധികനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. വെട്ടിക്കാട്ടിരി കുരുവാളത്തുടി വീട്ടിൽ രവിയെയാണ് SI നിഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. രവിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രേമലത, അമൃത, 5 വയസ്സുള്ള ഇഷാൻ എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നന്ദിപുരത്ത് വീട് കയറി ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നന്ദിപുരം ഇടലപ്പള്ളി വീട്ടിൽ ചെമ്മനാടൻ വീട്ടിൽ കൂട്ടാരു എന്ന വൈശാഖാണ് അറസ്റ്റിലായത്. കേസിലെ മറ്റു പ്രതികളും സഹോദരങ്ങളുമായ തെക്കേ നന്ദിപുരം മുലേക്കാട്ടിൽ വീട്ടിൽ അഖിലേഷ്, അഭിലാഷ് എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നന്ദിപുരം സ്വദേശി സുഭാഷിന്റെ വീട് കയറി പ്രതികൾ ആക്രമിച്ചത്. ആക്രമണത്തിൽ സുഭാഷിനും അച്ഛനും സഹോദരിക്കും പരിക്കേറ്റിരുന്നു. സുഭാഷിനെ അസഭ്യം പറഞ്ഞത് പ്രതികളുടെ വീട്ടിൽ അറിയിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ പ്രതിയാണ് വൈശാഖ്. വരന്തരപ്പള്ളി SHO KN മനോജ്, SI അശോക് കുമാർ, ASI ബിജു, CPMമാരായ മുരുകദാസ്, സജീവ് എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. ക്യാൻസർ ബാധിച്ച് വലതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന അരിമ്പൂർ സ്വദേശി വിനോദ് എന്ന കണ്ണന്റെ നിശ്ചയദാർഢ്യത്തിന് മുൻപിൽ അവശതകൾ അപ്രസക്തമായി. ക്രച്ചസിന്റെ സഹായത്താൽ ഒറ്റക്കാലിൽ വിനോദ് മാരത്തോണിൽ 48 മിനിറ്റ് കൊണ്ട് ഓടിയത് 5 കിലോമീറ്റർ. അരിമ്പൂരിൽ നിന്ന് തൃശൂർ സ്വരാജ് റൗണ്ട് ചുറ്റി 20 കിലോമീറ്റർ ദൂരം വരെ നിഷ്പ്രയാസം ഓടി തിരികെയെത്തുന്ന കാലം വിനോദിനുണ്ടായിരുന്നു. അന്ന് ഇരുകാലുകളിൽ പൂർണ്ണ ആരോഗ്യത്തോടെയായിരുന്നു ഓടിയിരുന്നത്. ദക്ഷിണേന്ത്യയിലെ 150-ലേറെ മാരത്തോൺ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ടൈൽസ് പണിക്കാരനായ വിനോദ്. 2 വർഷം മുമ്പ് കാലുകളിലൊന്നിൽ തടിപ്പ് കണ്ടെത്തി. പരിശോധനയിൽ ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞു. ഒടുവിൽ വലതുകാൽ മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു മാറ്റി. നാട്ടുകാർ സമാഹരിച്ചു നൽകിയ തുക കൊണ്ട് ശസ്ത്രക്രിയ നടന്നു. ജീവിതം വഴിമുട്ടിയ വിനോദിന് സന്നദ്ധ സംഘടനയാണ് ഇലക്ട്രിക് ഓട്ടോയും കൃത്രിമ കാലും നൽകിയത്. ജീവിതത്തിന്റെ 2ാം പാതിയിൽ അതിജീവനത്തിനായി വിനോദ് തൃശൂർ നഗരത്തിൽ ഓട്ടോ ഓടിക്കുകയാണ്. ഇതിനിടയിലും രാവിലെ വീടിന് പരിസരത്തെ വഴിയിൽ ക്രച്ചസിൽ പിടിച്ചു നടന്ന് കഠിന പരിശീലനം നടത്തിയാണ് തൃശൂരിൽ നടന്ന കൾച്ചറൽ ക്യാപിറ്റൽ മാരത്തോണിൽ വിനോദ് പങ്കെടുത്തത്.
ഇപ്പോൾ കാൽമങ്ങനെ വയ്യാണ്ടതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിന് ഇറങ്ങുന്നത് തൃശ്ശൂർ. അത് 5 കിലോമീറ്ററിലാണ് ഇറങ്ങിയത്. ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ടൊക്കെ 5 കിലോമീറ്റർ ഓടിയെത്താൻ പറ്റി. അധികം പിന്നോക്കൊന്നും പോയില്ല. ഏകദേശം ഒരു മധ്യത്തിലായിട്ട് തന്നെ പിന്നോക്കാവാൻ തന്നെ മാക്സിമം സ്പീഡിലെത്തി. അടുത്തതൊരു 10 കിലോമീറ്ററിലൊക്കെ ഇറങ്ങുന്നതാണ് ആഗ്രഹം. അത് എന്തായാലും ഇറങ്ങാൻ പറ്റും. 5 കിലോമീറ്റർ ഇറങ്ങിയപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, സിമ്പിളായിട്ട് എത്താൻ പറ്റി. ഇനിയിപ്പോൾ ഇതിനേക്കാൾ ഇത്തിരി കൂടി സമയം കുറച്ചിട്ട് ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 38 മിനിറ്റ് 40 ഒക്കെ ഒരു പാത്തി ഇത്തിരി കൂടി സ്പീഡിൽ ചെയ്യുന്നതാണ് ആഗ്രഹിക്കുന്നത്. ഒറ്റക്കാലിൽ ക്രച്ചസുമായി പാലസ് റോഡ് വഴി കോർപ്പറേഷൻ സ്റ്റേഡിയം വരെ 5 കിലോമീറ്റർ ദൂരം വിനോദ് 48 മിനിറ്റ് കൊണ്ട് ഓടി. അടുത്ത ലക്ഷ്യം ഇതേ സമയത്തിൽ 10 കിലോമീറ്റർ ദൂരം ഓടിത്തീർക്കുക എന്നതാണ്. അതിനുള്ള നിശ്ചയദാർഢ്യവുമായി വിനോദ് പരിശീലനം തുടങ്ങിക്കഴിഞ്ഞു. TC വിനോസ്, തൃശൂർ. കേരള പ്രദേശ് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരവിമംഗലത്ത് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്ന നയവൈകല്യങ്ങൾ മൂലം രാജ്യത്തെ കർഷകർ ആത്മഹത്യയുടെ വക്കിലാണെന്ന് സുധീരൻ പറഞ്ഞു. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് തോമസ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, KN സജീവൻ, രവി പൂലുവളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ നിയോജകമണ്ഡലം പ്രസിഡന്റുമാർ ക്യാമ്പിൽ പങ്കെടുത്തു. എൽത്തുരുത്ത് സെന്റ് മേരീസ് ഇടവകയുടെ പേരിൽ വ്യാജ സീലുകളും വ്യാജരേഖകളും നിർമ്മിച്ച് കോടതികളെയും അധികാരികളെയും കബളിപ്പിച്ച ക്രിമിനൽ സംഘത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഇടവകാംഗങ്ങൾ പ്രതിഷേധ റാലിയും ഒപ്പുശേഖരണവും സംഘടിപ്പിച്ചു. പള്ളി പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി കപ്പിള പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സമരം തൃശൂർ അതിരൂപത മുൻ പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി PI ലാസർ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോയ് കുത്തൂർ അധ്യക്ഷത വഹിച്ചു. കൈക്കാരൻ ടൈറ്റസ്, അസിസ്റ്റന്റ് വികാരി സെബി വെളിയൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള മഠത്തുമടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് പൂർണ്ണ സജ്ജമാക്കി ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. മാള സ്വദേശി ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ ഹർജിയിലാണ് 3 മാസത്തിനകം പ്രവർത്തനം ആരംഭിക്കണമെന്ന് ജസ്റ്റിസ് CS ഡയസ്, ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർക്ക് ഉത്തരവ് നൽകിയത്. 44 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് പ്രവർത്തനം തുടങ്ങാത്തതിൽ അലംഭാവം കാണിച്ച സർക്കാർ നടപടിക്കെതിരെയായിരുന്നു ഹർജി. ചീഫ് സെക്രട്ടറി മുതൽ വില്ലേജ് ഓഫീസർ വരെയുള്ള 6 ഉദ്യോഗസ്ഥരെ എതിർകക്ഷികളാക്കിയാണ് കേസ് ഫയൽ ചെയ്തിരുന്നത്. ഉദ്ഘാടനം ചെയ്ത് 2 വർഷം കഴിഞ്ഞിട്ടും മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് പ്രവർത്തന സജ്ജമായില്ല. പരാതികൾ കൊടുത്തു, അപ്പൊ തസ്തികയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സ്മാർട്ട് വില്ലേജ് ബോർഡിൽ മാത്രം ഒതുങ്ങി. ഹൈക്കോടതി സർക്കാരിനോട് അതിലൊരു തീരുമാനമെടുക്കാൻ പറഞ്ഞെങ്കിലും സർക്കാർ വീണ്ടും തസ്തികയില്ലെന്നും ഗ്രൂപ്പ് വില്ലേജുകൾ ഇപ്പോൾ ഡിവൈഡ് ചെയ്യുന്നില്ലെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിലൊരു അനുകൂല തീരുമാനമെടുത്തില്ല. 2023 വീണ്ടും ഞാൻ ഹൈക്കോടതി സമീപിച്ചു. ആ ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് കഴിഞ്ഞ ദിവസം വിധി വന്നു. മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് അവിടെ എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കുവാനുണ്ടോ അതെല്ലാം ഒരുക്കി 3 മാസത്തിനുള്ളിൽ ആ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ജീവനക്കാരുടെ തസ്തിക നിശ്ചയിക്കുകയും വില്ലേജ് വിഭജനവും നടത്താതെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. മടത്തുംപടിയിൽ 44 ലക്ഷം രൂപ ചെലവഴിച്ച് 1861 ചതുരശ്രയടി വിസ്തീർണത്തിൽ നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് 2020 സെപ്റ്റംബർ 15 മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച അന്ന് തന്നെ പൂട്ടിയിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ജില്ലാ കളക്ടറുടെ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവനക്കാരനെ നിയമിച്ച് 2022 നവംബർ 19 മുതൽ തുറന്നെങ്കിലും വീണ്ടും അടച്ചു. തുടർന്ന് വാർത്ത വന്നപ്പോൾ VR സുനിൽകുമാർ MLA ഇടപെട്ട് വീണ്ടും ഒരു ജീവനക്കാരനെ നിയമിച്ച് തുറക്കുന്നുണ്ട്. ഒരു ജീവനക്കാരൻ മാത്രം ജോലി ചെയ്തപ്പോൾ നികുതിയും അപേക്ഷകളും സ്വീകരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. വൈദ്യുതി ലഭിച്ചെങ്കിലും മറ്റ് സൗകര്യങ്ങളൊന്നുമില്ലാതെ ആർക്കും പ്രയോജനമില്ലാതെ പേരിനൊരു വില്ലേജ് ഓഫീസായി മാറിയിരുന്നു. TCV ന്യൂസ്, മാള. ബേക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. വ്യവസായ പ്രമുഖൻ TS കല്യാണരാമൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് PM ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. KR ബൽരാജ്, സൈമൺ ജോർജ്, KR ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി മാനിനക്കുന്നിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങൾ വിലയുള്ള ശുദ്ധജല പൈപ്പുകൾ കത്തിനശിച്ചു. മുല്ലശ്ശേരി മാനിനയിൽ ജല അതോറിറ്റിയുടെ അധീനതയിലുള്ള സ്ഥലത്ത് കൂട്ടിയിട്ടിരുന്ന 40 ലക്ഷം രൂപ വില വരുന്ന PVC പൈപ്പുകളാണ് പുൽക്കാടുകൾക്ക് തീപിടിച്ച് കത്തിയത്. റീബിൽഡ് കേരള പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ വീടുകളിലേക്ക് കണക്ഷൻ കൊടുക്കുവാൻ ജല അതോറിറ്റി കൊണ്ടുവന്നിട്ട പൈപ്പുകളാണിത്. പദ്ധതി തുടങ്ങി നാളുകളേറെയായിട്ടും പല ഭാഗങ്ങളിലും പൈപ്പിടൽ ഇതുവരെ പൂർത്തിയായിട്ടില്ല. അധികൃതർ വേണ്ടത്ര സുരക്ഷിതമില്ലാത്ത അലക്ഷ്യമായി പൈപ്പുകൾ ഇട്ടതാണ് കത്തിനശിക്കാൻ കാരണമെന്ന് പറയുന്നു.
കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന സംസ്ഥാന അമേച്വർ നാടക മത്സരം തൃശൂരിൽ തുടരുന്നു. 4 ദിവസമായി ബുധനാഴ്ച ജോബ് മഠത്തിൽ സംവിധാനം ചെയ്ത മാടൻ മോക്ഷം എന്ന നാടകം അരങ്ങേറി. സ്ഥിരം വേദിയായ റീജിയണൽ തിയേറ്ററിൽ നിന്ന് മാറി പ്രത്യേകം തയ്യാറാക്കിയ ഓപ്പൺ എയർ വേദിയിലാണ് നാടകം അരങ്ങേറിയത്. നിറഞ്ഞു കവിഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി അരങ്ങേറിയ നാടകം മികച്ച പ്രതികരണമാണ് നേടിയത്. 5ാം ദിനമായ വ്യാഴാഴ്ച വൈകിട്ട് 7-ന് പ്രശാന്ത് നാരായണൻ രചനയും സംവിധാനവും നിർവഹിച്ച ജനുസ് എന്ന നാടകം അരങ്ങിലെത്തും. സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിന് മുന്നോടിയായാണ് 6 ദിവസങ്ങളിലായി ഇക്കുറി സംസ്ഥാന അമേച്വർ നാടക മത്സരം സംഘടിപ്പിച്ചത്. നാടക മത്സരം വെള്ളിയാഴ്ച സമാപിക്കും. തൃശൂർ പടിഞ്ഞാറേച്ചിറയിൽ 50 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. ഈസ്റ്റ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ ജിംഖാന ഫുട്ബോൾ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 12ാമത് അന്താരാഷ്ട്ര വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തൃശൂരിൽ തുടക്കമായി. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് വെറ്ററൻസ് ഫുട്ബോൾ ക്ലബ്ബ് മലപ്പുറം മുതുതല FCയെ നേരിട്ടു. പഴയ പടക്കുതിരകളുടെ വീറും വാശിയും പ്രകടമായ മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. സമനിലയിൽ പിരിഞ്ഞ തുടർന്ന് നടന്ന ചാലക്കുടി മോർണിംഗ് സ്റ്റാർ തൃശൂർ SLT മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. 2ാം ദിനമായ വ്യാഴാഴ്ച 3 മത്സരങ്ങൾ അരങ്ങേറും. സ്പാർക്ക് പറപ്പൂർ FC മലപ്പുറത്തെയും മുതുതല FC മാസ്റ്റേഴ്സ് കൊച്ചിയെയും മലേഷ്യ SLT തൃശൂരിനെയും നേരിടും. ലീഗ് നോക്കൌട്ട് രീതിയിൽ നടക്കുന്ന ടൂർണമെന്റിൽ 9 ടീമുകളാണ് പങ്കെടുക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ടീമുകൾക്ക് പുറമെ മലേഷ്യ, ഗുജറാത്ത്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. വിജയികൾക്ക് എവർ റോളിംഗ് ട്രോഫിയും 50,000 രൂപ ക്യാഷ് പ്രൈസുമാണ് സമ്മാനം. 5 ദിവസങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റ് ഈ മാസം 23-ാം തീയതി സമാപിക്കും. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിലെ ഉത്സവം വർണ്ണാഭമായി. പെരിങ്ങോട്ടുകരയ്ക്ക് ചുറ്റുമുള്ള 7 ദേശങ്ങളിൽ നിന്ന് വാദ്യമേളങ്ങളുടെയും ചിന്തുകാവടികളുടെയും വർണ്ണരൂപങ്ങളുടെയും അകമ്പടിയോടെ എത്തിയ എഴുന്നള്ളിപ്പ് ഘോഷയാത്രകൾ രാത്രിയോടെ ക്ഷേത്രാങ്കണത്തിൽ സംഗമിച്ചു. തുടർന്ന് പ്രമുഖ വാദ്യകലാകാരന്മാർ അണിനിരുന്ന മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് പൂരപ്രേമികൾക്ക് ആവേശാനുഭവമായി മാറി. ആലപ്പാട്, ചാഴൂർ, താന്യം, മുത്തേടത്തറ, വടക്കുമുറി, കിഴക്കുമുറി, കിഴുപ്പുള്ളിക്കര ദേശങ്ങളിൽ നിന്നുള്ള ജനസഹസ്രങ്ങൾ ഉത്സവത്തിൽ ഭാഗഭാക്കായി. ഇനി സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,035 രൂപ, പവന് 64,280 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,442 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. പീച്ചി താമരവെള്ളച്ചാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. മലയൻവെട്ടിൽ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. പ്രഭാകരന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ കളക്ടർ. 2 മാസത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് 14 പേർ. അതിരപ്പള്ളിയിലെ കാട്ടാന ദൌത്യം വിജയകരം. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷം കൊമ്പനെ കോടനാടുള്ള ആനപരിപാലന കേന്ദ്രത്തിലെത്തി ചികിത്സ ആരംഭിച്ചു. തൃശൂർ പൂരം ഇത്തവണ ഭംഗിയായി നടത്തുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസ്, CPM, BJP ജില്ലാ അധ്യക്ഷന്മാർ. ലഹരി ഉപയോഗത്തിനെതിരെയും റാഗിങ്ങുകൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനം നടത്തണമെന്നും നേതാക്കൾ. നവകേരള സൃഷ്ടി യാഥാർത്ഥ്യമാക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സുപ്രധാന പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാർവത്രിക വിദ്യാഭ്യാസം വ്യാപകമാക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർണായക പങ്കാണ് വഹിച്ചതെന്നും മുഖ്യമന്ത്രി. കൈപ്പമംഗലം 3 വെടികയിൽ ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച യുവാവ് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. സമീപ ജ്വല്ലറികളിലും സമാനമായ തട്ടിപ്പ് നടന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മരത്തങ്കോട് AKG നഗറിൽ ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ യുവാവ് വീട്ടുമുറ്റത്ത് നിന്നിരുന്ന വയോധികയുടെ മാല കവർന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.